ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ വരികയാണ്. അപ്പോൾ നോമ്പ് 30 ദിവസം പത്തിരി ഉണ്ടാക്കണവരുണ്ട്. അപ്പോൾ പത്തിരി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് പത്തിരി ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള രീതി ഇത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എത്രയും വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കാരണം നമുക്ക് ഈ പത്തിരിയുടെ പൊടി ഒട്ടും കുഴക്കേണ്ടി വരുന്നില്ല. അപ്പോൾ കുഴക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാനായി പറ്റും. അപ്പോൾ കുഴക്കലാണ് പത്തിരിക്ക് ഏറ്റവും വലിയൊരു പണിയായിട്ടുള്ളത്. അത് ചെയ്യാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, കാരണം എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ സ്ലോ ആച്ചാൽ ഭയങ്കര ലോ ആയിട്ടാണ് കത്തണത്. ഗ്യാസ് അടുപ്പ് നല്ല അടുപ്പാണ്. ഇതുപോലെ ഒരു തവണ ചില്ല് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് പുതിയൊരു ഗ്യാസ് വാങ്ങിച്ചതാണ്. പ്യുർ ഫ്ലെയിംസിൻ്റെ ഗ്യാസാണ് ഇത്. ഇതുപോലെ അതിൻ്റെ മുകളിലത്തെ സ്റ്റീലിൻ്റെ ഇത് എല്ലാത്തിൻ്റെയും നമുക്കിതുപോലെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കാനായി പറ്റും. അത്യാവശ്യം വീതി വിസ്താരമുള്ളൊരു ഗ്യാസ് അടുപ്പ് തന്നെയാണ്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഈ ഗ്യാസിലോട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ 3 അടുപ്പിൽ വെച്ചാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മുട്ടില്ല. അത്രയും നല്ല അകലൊക്കെ ഉണ്ട്. നല്ല അടുപ്പാണ്. പിന്നെ ഈ നോബിൻ്റെ മുകളിലത്തെ സിൽവർ സാധനമൊക്കെ പോയി, അത് കൊടുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ. അപ്പം ഗ്യാസ് ഇതുപോലെ ചെറുതായിട്ട് കത്തണുള്ളൂ. നമുക്കാണെങ്കിൽ നല്ല തീയുള്ളതിന് നല്ല തീ തന്നെ വേണമല്ലോ. വലിയ അടുപ്പ് വരെ നമുക്ക് ചെറിയ അടുപ്പിൻ്റെ ആ ഒരു ഇതുപോലെ കത്തണുള്ളൂ. അപ്പോൾ അവർക്ക് വാങ്ങിച്ച സ്ഥലത്തേക്ക് തന്നെ അവരോട് പറഞ്ഞ്, അപ്പോൾ അവരെന്ത് വേണ്ടിച്ചു വെച്ചാൽ ഇതിൻ്റെ കമ്പനിക്കാർ പേര് അറിയിച്ച്. അപ്പോൾ കമ്പനിക്കാർ വന്ന് എന്നിട്ട് അവരത് റിപ്പയറൊക്കെ ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, കാരണം ഇതിൽ എയർ കടന്നാന്നാണ് പറഞ്ഞത്. അവർ എയർ കടന്ന, അപ്പോൾ ആ എയറൊക്കെ അവർ വലിച്ചെടുത്ത് എന്നിട്ട് ക്ലീനാക്കി തന്ന് ഇപ്പം നല്ല അടിപൊളിയായിട്ട് കത്തണുണ്ട്. അപ്പം നമുക്കിതിന് വേറെ കാശൊന്നും ചിലവ് വന്നില്ല, കാരണം 8 മാസമായിട്ടുള്ള വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ച അതേ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് അരിപ്പൊടി, വറുത്തരിപ്പൊടിയാണ്, ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടയെല്ലാം ഇടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പത്തിരിപ്പൊടി ഇവിടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒരു തരി പോലും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിലോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റീൽ പാത്രം ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവിടാതെ തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ അരി നന്നായിട്ട് കുറുകി നന്നായിട്ട് ഉണ്ട പോലെ ഇങ്ങനെ നമ്മൾ പൊടി കുഴച്ചാൽ എങ്ങനെ ഉണ്ടായി വരും അതുപോലെ നല്ല ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ പൊടി ഇവിടെ നന്നായി വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ടായിട്ട് കിട്ടുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മിനിറ്റ് എങ്ങാനും വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വിരലിങ്ങനെ തൊട്ടാൽ അറിയാം നല്ല സോഫ്റ്റിലാണ് ഈ പൊടി ഇരിക്കുന്നതെന്ന്. ഇനി പത്തിരി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ പത്തിരി പ്രസ്സിലാണ് പത്തിരി പരത്തുന്നത്. അതല്ല, നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം വെച്ചിട്ട്, അതായത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊടി വെച്ചിട്ട് സ്റ്റീൽ പാത്രം കൊണ്ട് അമർത്തിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ചിലർ കൊള്ളിയിൽ പരത്തുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പത്തിരി പ്രസ്സിലാവുമ്പോൾ നമ്മൾ എളുപ്പം പണി കഴിയും. അപ്പോൾ പത്തിരി പ്രസ്സിൽ മുകളിലും താഴ്ത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ പരത്തിയതിന് ശേഷം കുറച്ച് പൊടി എടുത്തിട്ട് ഇതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി നമ്മളിങ്ങനെ പരത്തിയിടുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് പൊടി ഇതുപോലെ എടുത്തിട്ട് പത്തിരി പ്രസ്സിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ പൊടിയിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് ഈ പത്തിരി മാറ്റി കൊടുക്കാം. ഇപ്പോൾ പത്തിരിയുടെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ഒരു പത്തിരി ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് പൊടിയൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ പത്തിരി ആദ്യം വെച്ച പത്തിരിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് പൊടി ആയതുകൊണ്ട് ആദ്യത്തെ പത്തിരിയുടെ മുകളിലും പൊടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം പൊടിയുടെ ചിലവ് വരുന്നില്ല, കാരണം ഇപ്പോൾ താഴത്തെ പത്തിരിയുടെ 2 ഭാഗത്തും പൊടിയായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അട്ടിയായി ഇടുകയാണെങ്കിൽ നമുക്ക് 2 ഭാഗത്തും പൊടിയായി കിട്ടുന്നതാണ്. ഒരു ഭാഗം മാത്രം ഡിപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതല്ല എങ്കിൽ
ഇനി ഇതുപോലെ വീണ്ടും ഒരു പത്തിരി ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം പത്തിരി അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ കയ്യെ പതുക്കെ ഒന്ന് പൊടിയിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് പത്തിരി ആ പൊടി മുക്കിയ കയ്യിലോട്ട് പത്തിരി മാറ്റി കൊടുക്കുക. അതിനുശേഷം ഈ മറ്റേ കയ്യിലും പൊടി ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് പത്തിരി അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും പൊടിയായി, പൊടിയുടെ തരിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടുന്നതാണ്. ഇതിലേതാണോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ പത്തിരിയെല്ലാം ഇവിടെ പൊടി മുക്കി നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടു തുടങ്ങാം. ഇത് ചുട്ടെടുക്കുന്നതിനായി ഇതുപോലൊരു തവ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പൊടിയെല്ലാം തട്ടിയെടുത്ത നല്ല പത്തിരിയാണ്, ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പത്തിരി ഇട്ട ഉടനെ തന്നെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാവുന്നതാണ്. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്തിരി നന്നായി പൊള്ളച്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്ലെയിം ശ്രദ്ധിക്കണം. കാരണം ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പത്തിരി കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി തിരിച്ചും മറിച്ചും ആക്കിയിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ പത്തിരി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് തിരിച്ച് മറിച്ച് ഇട്ട് വരുമ്പോൾ തന്നെ നന്നായി പൊള്ളച്ച് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് പൊടിയിൽ മുക്കിയിട്ട് ഇടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസ്സിൽ അമർത്തിയിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. കാരണം ഫ്രൈ പാനിൽ നമ്മൾ ഇടുന്നത് കൊണ്ട് പൊടിയിൽ മുക്കിയില്ലെങ്കിലും ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് പൊടിയിൽ മുക്കണമെന്ന് നിർബന്ധമല്ല, അല്ലാണ്ട് തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. എന്നാൽ പത്തിരി ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി റംസാൻ 30 ദിവസം പത്തിരി ഉണ്ടാക്കുന്നവർക്ക് ഒരു ടെൻഷനും വേണ്ട. ഇതുപോലെ ഈസി ആയിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ റെഡിയാക്കി വന്നപ്പോൾ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ്. കാരണം പണികളെല്ലാം വേഗം നമുക്ക് ചെയ്ത് തീർക്കാനായി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്യാസിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം റംസാനൊക്കെ ആകുമ്പോഴത്തേനും വേഗം എല്ലാവരും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അതുപോലെ കത്തിക്ക് മൂർച്ചൂട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.